ആരാ അന്ന്? ഞാനൊരു വഴിപോക്കനാണ്. ഇവിടെ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. ആഹാ, നമ്മളാരാണാവോ? അതല്ലല്ലോ ഞാൻ ചോദിച്ചുള്ള മറുപടി. ഇതെന്താണ്, കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നോ? അതെ, അല്ലാന്ന് തോന്നാൻ വർഷക ഭഗവതി മുമ്പുണ്ട് പരിചയമൊന്നുമില്ലല്ലോ. ഓ സത്യം, ആ സ്ത്രീത്വം വിളങ്ങുന്ന മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, വാക്കുകളിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവിക ഭാവം എന്നൊക്കെ പറയണമെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. ഇത് വെള്ളരിക്ക കണ്ടത്തിലെ കണ്ണീറുകോലം പോലെ. കോലത്തഴിച്ചു തൽക്കാരിയ ദേ, ഈ ചുറ്റമ്പലത്തിനുള്ളിലായതുകൊണ്ട് അതിനുള്ള മറുപടി ഉണ്ണിമേ പറയണില്ല. അടിച്ചു തടുക്കാരി കൊലുത്ത തമ്പുരാട്ടിയാടോ മാഷേ? അതേതാടോ ടീച്ചറെ, ഞാൻ അറിയാത്തൊരു തമ്പുരാട്ടി? ഞാൻ ആരാണാവോ? തമ്പുരാൻ, കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ. കണ്ടാലും പറയും ഒരു തമ്പുരാൻ. മാംസങ്ങളുടെ വാലിക്കാരനാ ആയിരിക്കും. മൂർത്തിക്കാരും വലിയ ശാന്തമുള്ള കാല. മുന്നിന്ന് മാറാ തമ്പുരാൻ. ആ പിന്നെ കോവില മാംസം മാഷണം മുതലാളി വന്നിട്ടുണ്ടെങ്കിലേ എനിക്കൊന്ന് കാണണമെന്ന് പറയും. ചിലത് പറയാനുണ്ട്. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചിട്ട് പെണ്ണെന്ന പേരും നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി കുറുമ്പത്തി. എന്താ? ശംഭോ മഹാദേവ. ശംഭോ മഹാദേവ. ഓഹോ, അപ്പോ എന്ത് പരിപാടിയാ? സ്വന്തമായിട്ട് ക്യാപ്ഷൻ എഴുതാതെ കഴിവില്ലാത്തോണ്ട് വല്ലവരും പറയുന്ന ക്യാപ്ഷൻ എടുത്ത് വിറ്റ് കാശാക്കുക. ഇത് ഞാൻ സമ്മതിക്കില്ല. എന്റെ ക്യാപ്ഷൻ എനിക്ക് വേണം. എന്റെ പ്രോഡക്റ്റ് പരസ്യം ചെയ്യണം. ബഹളം ഉണ്ടാക്കും. ഞാൻ നേരെ MD അടുത്ത് പോയി പറയും, ഇതെന്റെ ക്യാപ്ഷനാണ്, ആർക്കും കൊടുക്കേണ്ടത്. എനിക്ക് വേണം എന്റെ ക്യാപ്ഷൻ. Wherever you go, I am there. ഈ ക്യാപ്ഷൻ പറ്റില്ല. പറ്റില്ല? പറ്റില്ല. എന്റെ ജാം ആരും വാങ്ങിച്ചു തിന്നണ്ട, ഞാൻ തിന്നോളാം. എന്റെ ക്യാപ്ഷൻ ആർക്കും കൊടുക്കില്ല. തരില്ലെന്ന് പറഞ്ഞാൽ തരില്ല, തരില്ല, തരില്ല. ഞാൻ എന്ത് വേണേലും ചെയ്യാം. ഓ, എന്ത് വേണേലും ചെയ്യോ? എന്ത് വേണേലും ചെയ്യോ? ചെയ്യാം. അല്ലേ വേണ്ട, ഞാൻ പോയി പറയരുത് പ്ലീസ്. പിന്നെ വാക്ക് മാറരുത്. ഇല്ല. സത്യം? സത്യം. ഇതെന്തോന്ന് സത്യം? ഞാൻ പോയി പറഞ്ഞേക്കാം MD അടുത്ത്. വേണ്ട, പറയരുത്. ശരി, എങ്കിൽ എന്നോട് പറ ഐ ലവ് യു എന്ന്. പറയുന്നില്ലേ? ഞാൻ ഇപ്പൊ പോയി പറയും, കമ്പനി പൂട്ടും, MD തൂങ്ങും, ഗാഥയുടെ പണി പോകും. ഓക്കെ? അയ്യോ പറയാം. പിന്നെ പറയാൻ എന്താ ഇത്ര താമസം? പറ ഐ ലവ് യു എന്ന്. പറയുന്നത് പറയൂലല്ലേ? പറയൂലല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. ഇപ്പൊ ശരിയാക്കി ഞാൻ പറയാൻ പോവാണ്. പറയാം. ഇല്ലെങ്കിൽ ഞാൻ പോയി പറയും. I love you. അയ്യ, ഐ ലവ് യു. ഈ ഐ ലവ് യു എന്തിനു വാങ്ങണം? എനിക്ക് വേണ്ട. കേൾക്കുന്നതിനൊരു സുഖമൊക്കെ വേണ്ടേ? ഇങ്ങനെ പറയും, ഐ ലവ് യു. I love you. ഓഹോ, ഐ ലവ് യു. MD ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. MD പിന്നെ ഐ ലവ് യു എന്ന് പറ. I love you. ഐ ലവ് യു. എന്തോന്ന് ഐ ലവ് യു? ഓക്കെ, എന്നെ കെട്ടിപ്പിടിച്ച് ഐ ലവ് യു അങ്ങനെ പറ. അയ്യോ വേണ്ട, ഞാൻ പറയാം. പറ, കെട്ടിപ്പിടിച്ച് പറ ഐ ലവ് യു. I love you. ഐ ലവ് യു. എന്തോന്ന് ഐ ലവ് യു? എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോ MD കണ്ടിട്ട് പറയാം. MD കെട്ടിപ്പിടിച്ച് പറ I love you. അതേ സ്ഥലം, ഒരു മഴയുടെ വളർന്നുള്ളൂ. പൂജയ്ക്കറിയാലോ, ഞാനൊരു സാധാരണക്കാരനാണ്, ഒരു കർഷകൻ.
തുടങ്ങി. ഇപ്പൊ പറയാം, പൂജ ഒരു വലിയ വീട്ടിലെ കുട്ടിയാണ്. പൂജ ഒരു വലിയ വീട്ടിലെ കുട്ടിയാണ്. ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തേണ്ട ആളാണ്. ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തേണ്ട ആളാണ്. നമ്മൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ തമ്മിലാണെങ്കിൽ പല കാര്യങ്ങളിലും ഒരുപാട് വ്യത്യാസങ്ങളും ഉണ്ട്. പക്ഷേ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റിക്കളയെന്നൊന്നാവില്ല. കൊന്നുകളയും ഞാൻ. മടിക്കില്ല കേട്ടോ. പുതിയ ആളായതുകൊണ്ടാ. ഇവിടെ ചോദിച്ചാ മതി. എന്നും നിന്നെ പൂജിക്കാം, പൊന്നും പൂവും ചൂടിക്കാം, വെണ്ണിലാവിൻ വാസന്തലതികെ. ഏത് ജീവജാലത്തിനും മനസ്സിലാകുന്ന ഭാഷ ഏറ്റവും വലിയ പ്രാർത്ഥന. ഐ ലവ്. എല്ലാം മറന്നു കഴിഞ്ഞപ്പോ ഓർമ്മിപ്പിക്കാൻ വീണ്ടും വന്നു. മനസ്സ് വീണ്ടും ആഗ്രഹിച്ചതുകൊണ്ടാ സ്വീകരിക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പൊ ഒരു 25 വയസ്സിനൊക്കെ മുമ്പ് ലോകം ഇങ്ങനെ വിശാലമായിട്ട് മുന്നിൽ തുറന്നു കിടക്കും. അത് നീ എക്സ്പ്ലോർ ചെയ്യുന്നില്ലെങ്കിൽ യു ആർ വേസ്റ്റിംഗ് യുവർ ഏജ്. ഒരിക്കൽ നീ എന്നെ വല്ലാതെ വേദനിപ്പിച്ചാ പോയത്. സമയമെടുത്ത് ഒരുപാട് അത് മറക്കാൻ. ദൈവത്തെ ഓർത്ത് കുടിക്കല്ലേ. ദൈവത്തെ ഓർത്ത് കുടിക്കത്തേ ഇല്ല മച്ചി. ഇതാണ് കാവ്യനായകൻ. ഞാനും എൻ്റെ ആളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. സാറിന്റെ പേര് പറഞ്ഞില്ല. സാഗർ ഏലിയ നീ എവിടെ പോയാലും ആരോടൊപ്പം ജീവിച്ചാലും ഞാൻ മറക്കില്ല, വെറുക്കില്ല.